നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ബി.ജെ.പിയിലേക്ക് പ്രവർത്തകരുടെ ഒരു കൂട്ട പലായനമാണ് ഇപ്പോൾ നടക്കുന്നത്. CPM-നും കോൺഗ്രസിനും ഒരുപോലെ ആഹ്ലാദമേൽപ്പിച്ചുകൊണ്ടാണ് പ്രമുഖ നേതാക്കൾ അടക്കമുള്ളവർ ബി.ജെ.പിയുടെ ഭാഗമാവുന്നത്. വർക്കലയിൽ മുൻ നഗരസഭാ ചെയർമാനും CPM നേതാവുമായിരുന്ന സുന്ദരേശന്റെ മകൾ ബി.ജെ.പിയിൽ ചേർന്നത് ഭരണകക്ഷിക്ക് വലിയ നാണക്കേടായി മാറിയിരിക്കുകയാണ്. കുടുംബവേദികൾ CPM-ൽ ഉറച്ച ഇത്തരം വ്യക്തിത്വങ്ങളുടെ പാർട്ടി മാറ്റം ഇടതുപക്ഷ കേന്ദ്രങ്ങളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിട്ടുണ്ട്. ഇത്തവണ നിയമസഭയിൽ ബി.ജെ.പി അക്കൗണ്ട് തുറക്കുമെന്ന ഉറച്ച വിശ്വാസവും കേന്ദ്രത്തിൽ ബി.ജെ.പി ഭരണം തുടരുമെന്ന പ്രതീക്ഷയുമാണ് ഇതര പാർട്ടി പ്രവർത്തകരെ ബി.ജെ.പിയിലേക്ക് ആകർഷിക്കുന്നത്. കോൺഗ്രസിന്റെ പാരമ്പര്യ കോട്ടകളിൽ നിന്നും CPM-ന്റെ പാർട്ടി ഗ്രാമങ്ങളിൽ നിന്നും ഒരുപോലെ ആളുകൾ ബി.ജെ.പി പാളയത്തിലേക്ക് എത്തുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസന നയങ്ങളോടുള്ള ആഭിമുഖ്യമാണ് ഈ മാറ്റത്തിന് പിന്നിലെന്നാണ് ബി.ജെ.പി നേതൃത്വം അവകാശപ്പെടുന്നത്. 2020-ൽ നിന്നും നിരവധി പേർ ബി.ജെ.പി മുന്നണിയുടെ ഭാഗമായത് കിഴക്കമ്പലം മേഖലയിലും പരിസരങ്ങളിലും രാഷ്ട്രീയ ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രാദേശിക നേതാക്കൾ മുതൽ താഴെത്തട്ടിലുള്ള പ്രവർത്തകർ വരെ NDA സ്ഥാനാർത്ഥികളായി മാറുന്നുണ്ട്. വോട്ട് വിഹിതത്തിൽ വലിയ മാറ്റമുണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ. കേരളത്തിലെ ദ്വിമുഖ രാഷ്ട്രീയത്തിന് അന്ത്യം കുറിക്കണമെന്ന ചിന്താഗതിക്കാരായ യുവാക്കളാണ് ഈ ഒഴുക്കിന്റെ പിന്നിൽ പ്രധാനമായുമുള്ളത്. കോൺഗ്രസ് ഗ്രൂപ്പ് പോരിലും CPM-ന്റെ പ്രാദേശിക ഭരണത്തോടുള്ള എതിർപ്പിലും മനംമടുത്തവരും ബി.ജെ.പിയെ ബദലായി കാണുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ കൂടുതൽ പ്രമുഖർ ബി.ജെ.പിയിലേക്ക് എത്തുമെന്നാണ് സൂചനകൾ. ഇത് നിയമസഭാ പോരാട്ടത്തിൽ വലിയ അട്ടിമറികൾക്ക് കാരണമായേക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ നിൽക്കെ കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് പ്രമുഖ നേതാക്കൾ ബി.ജെ.പിയുടെ പാളയത്തിലേക്ക് എത്തുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ കോൺഗ്രസിനും CPM-നും ഒരുപോലെ വൻ തിരിച്ചടികളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത്. കേന്ദ്രത്തിൽ ബി.ജെ.പി ഭരണം തുടരുമെന്ന ഉറപ്പും നിയമസഭയിൽ ഇത്തവണ അക്കൗണ്ട് തുറക്കാനാകുമെന്ന പ്രതീക്ഷയുമാണ് പലരെയും ഈ തീരുമാനത്തിലേക്ക് നയിക്കുന്നത്. കേരളത്തിൽ ബി.ജെ.പിക്ക് കൽപ്പിക്കപ്പെട്ടിരുന്ന രാഷ്ട്രീയ ഐക്യം അവസാനിച്ചുവെന്നാണ് പുതിയ സംഭവവികാസങ്ങൾ സൂചിപ്പിക്കുന്നത്. വിവിധ മേഖലയിൽ നിന്നുള്ള പ്രമുഖർ ബി.ജെ.പിയെ ബദലായി കാണാൻ തുടങ്ങിയിരിക്കുകയാണ്. 2020 പോലുള്ള പാർട്ടികൾ NDA മുന്നണിയുടെ ഭാഗമായതും ബി.ജെ.പിയുടെ കരുത്ത് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. കോൺഗ്രസ് CPM വോട്ടുകളിൽ വലിയ തോതിലുള്ള വിള്ളലുണ്ടാക്കാൻ ഈ കൂടുമാറ്റങ്ങൾക്ക് വഴിയൊരുങ്ങും. PC ജോർജും മകൻ ഷോൺ ജോർജും നേരത്തെ തന്നെ ബി.ജെ.പിയിലേക്ക് എത്തിയിരുന്നു. ഇവരും മത്സര രംഗത്തുണ്ട്. ഇത്തവണ നിയമസഭയിൽ ഒന്നിലധികം മണ്ഡലങ്ങളിൽ താമര വിരിഞ്ഞാൽ കേരളത്തിന്റെ രാഷ്ട്രീയ ചിത്രം തന്നെ മാറുമെന്നാണ് വിലയിരുത്തൽ. തിരുവനന്തപുരം ജില്ലയിൽ സ്മിത സുന്ദരേശൻ, TS സുരേഷ് കോവളം സ്ഥാനാർത്ഥിയും BS അനൂപ് ചെറിയങ്കീഴ് സ്ഥാനാർത്ഥിയും തുടങ്ങിയവരുടെ സ്ഥാനാർത്ഥിത്വം ഇതിന്റെ ഭാഗമാണ്. വർക്കലയിൽ CPM-ന്റെ കരുത്തായിരുന്ന സുന്ദരേഷിന്റെ മകൾ സ്മിത ബി.ജെ.പിയിലേക്ക് ചേർന്നതാണ് ഇടതുപക്ഷത്തിന് വലിയൊരു തിരിച്ചടിയായി മാറിയത്. കുടുംബപരമായി CPM പശ്ചാത്തലമുള്ളവർ ബി.ജെ.പിയിലേക്ക് മാറുന്നത് അണികൾക്കിടയിൽ ഒരു ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. BS അനൂപ്, അരുൺരാജ് തുടങ്ങിയ യുവ നേതാക്കളുടെ മാറ്റം കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനത്തെ ദുർബലപ്പെടുത്തിയിരിക്കുകയാണ്. നിയമസഭയിൽ ഇത്തവണ ഒന്നിലധികം സീറ്റുകൾ നേടി അക്കൗണ്ട് തുറക്കാനാകുമെന്ന വലിയ ആത്മവിശ്വാസത്തിലാണ് ബി.ജെ.പി നേതൃത്വം. കേന്ദ്ര ഭരണത്തിന്റെ തുടർച്ചയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങളും കേരളത്തിൽ വോട്ടായി മാറുമെന്നാണ് പാർട്ടി വിശ്വസിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ നേതാക്കൾ ബി.ജെ.പിയിലേക്ക് എത്തുമെന്നാണ് സൂചന. 2026-ലെ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ മൂന്നാം മുന്നണിയുടെ കരുത്ത് തെളിയിക്കുമെന്ന ഒരു കാര്യം ഉറപ്പാണ്.